ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസൻസ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. നമസ്കാരം. വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷെലിൻ പൊയ്യാറ. പ്രഭാത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ചാണ് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഇന്ന് ജനുവരി 9 ശനിയാഴ്ച. മാലിന്യം കളയുന്നതിനായി തൽക്കാലത്തേക്ക് കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കാം. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകളുടെ വിലക്കിൽ നിന്നും മാലിന്യം കളയുന്നതിന് ഉപയോഗിക്കുന്നവയെ താൽക്കാലികമായി ഒഴിവാക്കിയതായി ഒമാൻ പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. കാർഷിക വിത്തുകൾ മുളപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബാഗുകൾ, സൂപ്പർമാർക്കറ്റുകളിലടക്കം പഴങ്ങളും പച്ചക്കറികളും എടുക്കാൻ ഉപയോഗിക്കുന്ന ബാഗുകൾ, കൊമേഴ്ഷ്യൽ സെന്ററുകളിൽ മീനും ഇറച്ചിയും നൽകാൻ ഉപയോഗിക്കുന്ന ബാഗുകൾ, ബ്രെഡ് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാഗുകൾ തുടങ്ങിയവയ്ക്കും ആദ്യഘട്ടത്തിൽ ഇളവ് നൽകിയിട്ടുണ്ടെന്നും ഒമാൻ പരിസ്ഥിതി അതോറിറ്റി വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറഞ്ഞു. ഈ ഇളവുകൾ തൽക്കാലത്തേക്ക് മാത്രമാണ്. നീക്കിയതായ അറിയിപ്പ് ലഭിക്കുമ്പോൾ മുകളിൽ പറഞ്ഞ ആവശ്യങ്ങൾക്ക് പേപ്പർ, കാർഡ്ബോർഡ് അല്ലെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കണം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുലർച്ചെ കൊടും തണുപ്പ് അനുഭവപ്പെട്ടു. ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് പല ഭാഗങ്ങളിലും ഉണ്ടായത്. ജബൽ ഷംസിലാണ് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്. ചിലയിടങ്ങളിൽ രാവിലെ ഐസ് രൂപപ്പെട്ടു. ജബൽ അക്തറിലും തണുത്ത് വിറയ്ക്കുന്ന കാലാവസ്ഥയാണുള്ളത്. ഒമാന്റെ മറ്റു ഭാഗങ്ങളിലും സമാന സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കൻ ഗവൺമെന്റുകളിൽ കനത്തതും ഇടത്തരവുമായ മഴ പെയ്തിരുന്നു. ഇതാണ് താപനില കുറയാൻ കാരണമായത്. തണുപ്പ് ശക്തമായതോടെ ഒമാനിൽ ശൈത്യകാല വിപണികളും സജീവമായി. പുതുപ്പുകളും കമ്പിളി വസ്ത്രങ്ങളുമായി വിപണിയിലെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. പ്രധാന ഹൈപ്പർ മാർക്കറ്റുകളിലും സൂഖുകളിലുമെല്ലാം വസ്ത്രവിപണികളിൽ ശൈത്യകാല വസ്ത്രങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. ബ്ലാങ്കറ്റുകൾ, രോമകുപ്പായങ്ങൾ, തണുപ്പുകാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ചെരുപ്പ്, ഷൂസ് തുടങ്ങിയവയ്ക്കായി പ്രത്യേക സെഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. ഒമാന്റെ വടക്കൻ മേഖലയിലെ ശൈത്യകാലം ആരംഭിച്ചതോടെ ടൂറിസ്റ്റുകളുടെ വരവും വർദ്ധിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയും വിപണികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വസ്ത്രങ്ങൾക്കും പുതുപ്പുകൾക്കുമാണ് വിപണിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. തണുപ്പ് കാലം ആരംഭിച്ചതോടെ വെള്ളം ചൂടാക്കാനുള്ള ഉപകരണങ്ങൾ വാങ്ങാനും തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഫ്ളാറ്റുകളിലും മറ്റും കേടുവന്ന ഹീറ്ററുകൾ നന്നാക്കാനും പഴയത് മാറ്റിവെക്കുവാനും ടെക്നീഷ്യന്മാരെ കിട്ടാത്ത സാഹചര്യവും നിലവിലുണ്ട്. ഒമാനിൽ കോവിഡ് വാക്സിനേഷൻ തുടങ്ങിയിട്ട് 13 ദിവസം പിന്നിട്ടു. ഇതുവരെ 14,911 പേരാണ് വാക്സിൻ സ്വീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇതിൽ 5,474 പേരും മസ്കറ്റ് ഗവൺഡേറ്റിലാണ്. വടക്കൻ ബാത്തന ഗവൺഡേറ്റിലെ 2,536 പേരും വാക്സിൻ സ്വീകരിച്ചു. 15,600 ഡോസ് വാക്സിനാണ് ഒമാൻ ആദ്യഘട്ടത്തിൽ ലഭിച്ചത്. ഈ മാസം 22,000 ഡോസ് കൂടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ കർഷക വിരുദ്ധ നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യവുമായി മൈക്ക് മീഡിയ ഗൂഗിൾ മീറ്റിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവാസികൾ പങ്കെടുത്തു. നമുക്ക് അന്നം തരുന്ന കർഷകരെ തകർക്കുന്ന നിയമം അനുവദിക്കാൻ കഴിയില്ല. മാസങ്ങളായി കൊടും തണുപ്പിൽ കർഷകർ നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരത്തിലാണ്. അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണെന്നും ഉദ്ഘാടന പ്രഭാഷണത്തിൽ ജാബർ പൂവമ്പറമ്പിൽ പറഞ്ഞു. തുടർന്ന് ലതീഷ് തണ്ടാശ്ശേരിയും മിനിയും അവതരിപ്പിച്ച ശബ്ദനാടകം സവാള ബാർ അരങ്ങേറി. ഇസ്മയിൽ പെരിന്തൽമണ്ണ സ്വാഗതവും സുജിത് സുധാകർ നന്ദിയും രേഖപ്പെടുത്തി. സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിനെ കുറിച്ച് കാലിക്കറ്റ് സർവകലാശാല അറബിക് പഠന വകുപ്പിൽ നിന്നും പുസ്തകം പുറത്തിറങ്ങുന്നു. സുൽത്താന്റെ വിയോഗത്തെ തുടർന്ന് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു പത്രങ്ങളിൽ വന്ന വാർത്ത, ഫീച്ചർ, ലേഖനം, മുഖപ്രസംഗം എന്നിവയും അവയുടെ വിവർത്തനവും പ്രമുഖരുടെ ലേഖനങ്ങളും പുസ്തകത്തിലുണ്ട്. കൊച്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ ടി ജലീൽ പുസ്തകം പ്രകാശനം ചെയ്യും. ഗൾഫാർ മുഹമ്മദ് അലി ചടങ്ങിൽ സംബന്ധിക്കും. ദോഫാർ ഗവൺഡേറ്റിൽ സലാല വിലായത്തിൽ അൽ ദഹരീസ് പ്രദേശത്തെ കൃഷിയിടത്തിൽ തീപിടുത്തം. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അധികൃതരെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്ത കാരണം വ്യക്തമല്ല. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടുമില്ല. 30 വർഷം ഒമാനിൽ പ്രവാസിയായിരുന്ന കണ്ണൂർ ഇടക്കാട് സ്വദേശി TC അബൂട്ടി നാട്ടിൽ നിര്യാതനായി. 84 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്. മദ്രസൂക്കിലാണ് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത്. പ്രവാസികൾക്ക് വിദേശത്ത് അവരോടൊപ്പം കഴിയുന്ന കുടുംബാംഗങ്ങൾക്കുമായി നോർക്ക റൂട്ട്സ് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പദ്ധതി എന്ന പേരിലാണിത് നടപ്പാക്കുന്നത്. 18-നും 60-നും ഇടയിൽ പ്രായമുള്ള പ്രവാസികൾക്കും അവരോടൊപ്പം വിദേശത്ത് കഴിയുന്നവർക്കും പദ്ധതിയുടെ പരിരക്ഷ ലഭിക്കും. ഒരു വർഷത്തേക്ക് 550 രൂപയാണ് പ്രീമിയമായി അടയ്ക്കേണ്ടത്. രോഗങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് സംരക്ഷണം ലഭിക്കും. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. നോർക്ക റൂട്ട്സിന്റെ www.norcaroots.org എന്ന വെബ്സൈറ്റിലെ സർവീസ് വിഭാഗത്തിൽ പ്രവാസി ID കാർഡ് സെഷനിൽ നിന്നും ഈ പദ്ധതിയിൽ ഓൺലൈനായി ചേരാൻ സാധിക്കും. മനോഹരമായ ഭൂപ്രകൃതിക്കൊപ്പം പ്രകൃതി കനിഞ്ഞരുകിയ അനുഗ്രഹമുള്ള പ്രദേശമാണ് ദാഖിലെ ഗവൺഡേറ്റിലെ ഫഞ്ച. ഫഞ്ചവാദിയിലൂടെ ഒഴുകുന്ന കൊച്ചരുവി കാണാനും
നീന്തി കുളിക്കാനുമായി നിരവധി വിനോദസഞ്ചാരികളാണ് ദിവസവും എത്തുന്നത്. കോവിഡ് ഭീതി അകന്നതോടെ സ്വദേശികളും വിദേശികളുമായി നിരവധി പേരാണ് ഫഞ്ചവാദിയിലും പരമ്പരാഗത മാർക്കറ്റിലും എത്തുന്നത്. ഫഞ്ച നഗരത്തിന് തൊട്ടടുത്തായി ഫഞ്ചവാദിയിലെ കിണർ കാണാനെത്തുന്നവരും നിരവധിയാണ്. അത്രയേറെ ശ്രദ്ധ നേടിയിട്ടില്ലാത്ത ഈ കിണർ പ്രകൃതിയുടെ അത്ഭുത പ്രതിഭാസം തന്നെയാണ്. കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തും. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഓൺലൈനായാണ് ചർച്ച നടക്കുക. പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാർ നടത്തിയ 8ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു. ജനുവരി 15-ന് വീണ്ടും ചർച്ച നടത്തുമെന്ന് സർക്കാർ വ്യക്തമാക്കി. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ലെന്ന നിലപാട് 8ാം വട്ട ചർച്ചയിലും കർഷക സംഘടനകൾ ആവർത്തിച്ചു. എന്നാൽ 3 നിയമങ്ങളും പിൻവലിക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി. 3.5 മണിക്കൂറോളം ചർച്ച നീണ്ടുവെങ്കിലും സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല. 7 തവണ നടത്തിയ ചർച്ചയിലും സ്വീകരിച്ച നിലപാട് കർഷക സംഘടനകൾ ഇന്നും ആവർത്തിച്ചു. തുടക്കം മുതൽ കർഷക നേതാക്കൾ മൗനം പാലിച്ചുവെങ്കിലും ഒന്നുകിൽ ഇവിടെ ജയിക്കും അല്ലെങ്കിൽ ഇവിടെ മരിക്കും എന്നെഴുതിയ പ്ലക്കാർഡുകൾ അവർ ചർച്ചയ്ക്കിടെ ഉയർത്തി. ഉത്തർപ്രദേശിലെ ബദായൂൺ ജില്ലയിൽ 50-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി ഉപേക്ഷിച്ച സംഭവത്തിലെ പ്രധാന പ്രതിയായ ക്ഷേത്ര പൂജാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിലായിരുന്ന പ്രതിയെ സമീപ ഗ്രാമത്തിൽ നിന്നും വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് പിടികൂടിയത്. UAE, ഖത്തർ കര, കടൽ, വ്യോമമാർഗങ്ങൾ ശനിയാഴ്ച തുറക്കും. UAEയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചതിനെ തുടർന്നാണ് നടപടി. ഖത്തറുമായുള്ള വ്യാപാരവും ഗതാഗതവും ഒരാഴ്ചയ്ക്കുള്ളിൽ പുനരാരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം UAE വിദേശകാര്യമന്ത്രി അറിയിച്ചിരുന്നു. Exchange rate. Today's exchange rate is brought to you by Purushottam Kanji Exchange. ഒമാനി റിയാലിന് 189.80 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. Today's exchange rate is brought to you by Purushottam Kanji Exchange. Weather reports. മസ്കറ്റ് ഗവൺറേറ്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 22 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 14 ഡിഗ്രി സെൽഷ്യസ്. നീ ആളുകളിൽ നിന്നും മുഖം തിരിച്ച് സംസാരിക്കരുത്. ഭൂമിയിൽ നിഗളിച്ച് നടക്കുകയും അരുത്. അഹന്ത കാട്ടുകയും ഭള്ള പറയുകയും ചെയ്യുന്ന ആരെയും അള്ളാഹു സ്നേഹിക്കുകയില്ല എന്ന ഖുർആൻ വചനത്തോടുകൂടി ഇന്നത്തെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്താ ബുള്ളറ്റിനിൽ. ഇന്നത്തെ പ്രഭാത വാർത്താ ബുള്ളറ്റിൻ നിങ്ങളിലേക്ക് എത്തിച്ചത് ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ചായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ചാണ് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. വാർത്തകൾ അറിയുന്നതിനും അറിയിക്കുന്നതിനും ഇനി പറയുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക 95090690. കൂടാതെ വോയിസ് ഓഫ് ഒമാന്റെ ഫേസ്ബുക്ക് പേജ് പിന്തുടരുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് Brought to you by Purushottam Kanji Exchange. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Purushottam